ഇന്ന് ഞങ്ങൾ മൂന്നാർ പോണ ചെറിയൊരു വ്ളോഗാണ്. ടൈം എത്രയെന്ന് നോക്കാം. 4:35 അപ്പം ആദ്യം തന്നെ നമ്മ ഒരു 6 മണിക്കെങ്കിലും ഇവിടുന്ന് പോകണമല്ലോ. അപ്പം ചെടിയൊക്കെ നനച്ചിട്ടും പോകാം. വേറെ ഒന്നല്ല, ചൂടൊക്കെ അല്ലേ. അപ്പം വെയിൽ കൊണ്ടൊക്കെ ഇനി കരിഞ്ഞാൽ ഇനി ചിലപ്പോൾ നാളെ രാവിലെയൊക്കെ എത്തുള്ളൂ. അപ്പോൾ ഇതെല്ലാം നനച്ചിട്ട് പോകാം നമുക്ക്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ വീടിൻ്റെ ഉള്ളിലുള്ള ഇൻഡോർ പ്ലാന്റ്സ് ആണ്. ഇതിനൊക്കെ അത്ര അധികം വെള്ളം വേണ്ട, സ്പ്രേ ചെയ്തേ കൊടുക്കുന്നുള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ പുറത്തിരിക്കണ പച്ചക്കറി ഇതുണ്ട്, ഗ്രോ ബാഗിൽ വെച്ചേക്കണം. അതിനെല്ലാത്തിനും ഇതേപോലെ സ്പ്രേ ചെയ്താണ് കൊടുത്തേക്കണത്. അധികം വെയിൽ കൊള്ളാത്ത സ്ഥലം ഇതുകൊണ്ടാണ് അങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്തത്. അല്ലാത്തത് നമ്മൾ കപ്പ് കൊണ്ട് സാധാ വെള്ളം ഒഴിക്കാറാണ്. അപ്പം അമ്മച്ചി അവിടെ കഞ്ഞിയൊക്കെ വെക്കണേണ്. രാവിലെ പുറത്തിട്ടാണ് സാധാ കഞ്ഞി വെക്കാറുള്ളത്. അപ്പം നമ്മുടെ വീടിൻ്റെ മേളിലത്തെ കുറച്ച് ചെടി സ്റ്റെപ്പിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം, ലൈറ്റ് ഇടട്ടെ. ഇതൊക്കെ പൊക്കത്ത് മറ്റേ ഓപ്പൺ ടെറസിൽ ഇരുന്നേച്ചതാണ്. അപ്പം ഇതൊക്കെ ഞാൻ ചൂടായതുകൊണ്ട് അവിടെ ഇരുന്ന് കരിഞ്ഞു കൊണ്ടില്ല എന്നോർത്ത് ഉള്ളിലോട്ട് കയറ്റി വെച്ചേക്കണേണ്. ഇതേപോലെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് ഇപ്പോൾ ഒരാഴ്ചയായിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം നമുക്കൊന്ന് നനച്ചു കൊടുക്കാം. ഇതിനൊന്നും അത്ര വെള്ളമൊന്നും വേണ്ട. ഇതിന് കലാത്തിയൊക്കെ വേണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചായ വെക്കാം. അങ്ങനെ ചായയൊക്കെ റെഡിയായി കഴിഞ്ഞ് നമ്മൾക്കിനി പുറത്തെ ചെടികളൊക്കെ, വരാന്തയിലിരിക്കുന്ന ചെടികൾ നനച്ചു കൊടുക്കാം. വരാന്തയിലിരിക്കണതും വലിയ ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടാത്ത ഒരു ഏരിയ ആയതുകൊണ്ട് അധികം വെള്ളം വേണ്ട. ഇൻഡോർ പ്ലാന്റ്സിന് അധികം വെള്ളം വേണ്ടല്ലോ. അപ്പോൾ ജസ്റ്റ് സ്പ്രേ ചെയ്യാണ്. പിന്നെ നമ്മുടെ പുറത്ത് ഇതേപോലെ ഇരുട്ടായതുകൊണ്ട് കാണുമോയെന്നറിയില്ല, എന്നാലും ഫോണിലെ ഫ്ലാഷ് എടുത്തിട്ട് ഇത്ര കിട്ടുന്നുള്ളൂ ക്ലാരിറ്റി. അപ്പോൾ ഇത് പുറത്തുള്ള ചെടികളൊക്കെ ഉണ്ടാ, കാണാൻ പറ്റുമെന്നറിയില്ല. അത് ഇതേപോലെ ഓസ് കൊണ്ട് വെള്ളം ഒഴിച്ചു കൊടുക്കും. അത്യാവശ്യം കൂടുതൽ വെള്ളം വേണം. ഇത് വെയിലത്തൊക്കെ ഇരിക്കണ ചെടിയാണല്ലോ. അപ്പം അതുകൊണ്ട് ഇതേപോലെ ഓസ് കൊണ്ട് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതാണ്. വെള്ളമൊക്കെ ഒഴിച്ച് കഴിഞ്ഞ് നമുക്ക് കുളിച്ച് റെഡിയാവാം. അപ്പം ഞാൻ കുളിച്ചൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് റൂമിൽ പോയി സാധനങ്ങളൊക്കെ എടുക്കാം. ലൈറ്റ് ഇടട്ടെ. റൂമിൽ നമ്മൾ ഓൾറെഡി 2 ബാഗ്, അത് ഒന്ന് പപ്പയുടെ അമ്മയുടെയും ഒന്ന് എൻ്റെയും നിതിൻ്റെയും ബാഗാണ്. അങ്ങനെ ഞങ്ങൾ ഒരു 6 മണിക്ക് മുമ്പ് 5:50 ആയപ്പോൾ തന്നെ ഇറങ്ങി. വീട്ടിൽ നിന്ന് ഇറങ്ങി അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. നടുക്കുള്ള വീഡിയോസൊന്നും ഞാൻ എടുത്തില്ല. ഇതിപ്പം നമ്മൾ കയറ്റം കയറി കഴിഞ്ഞപ്പോഴുള്ള ഒരു വീഡിയോസാണ് ഇപ്പം എടുത്തേക്കണത്. വേറെ നല്ല ഫോണിൽ ചാർജ് അധികം നിൽക്കണില്ല. അത് കാരണമാണ് ഞാൻ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുക്കാനത്. മിക്ക വീഡിയോയും ഇൻക്ലൂഡ് ആയിട്ടില്ല. അത് കഴിഞ്ഞ് നമ്മൾ ചായ കുടിക്കാൻ നിർത്തിയപ്പോഴേക്കും ഇതേപോലെ ഇവിടെയൊക്കെ സാധാ വെള്ളച്ചാട്ടത്തിൽ നല്ല വെള്ളമൊക്കെ വരാറുണ്ട്. പക്ഷേ ഇതിപ്പോൾ വേനലായതുകൊണ്ട് വെള്ളമൊക്കെ വറ്റിയിരിക്കുന്നത്, അതുകൊണ്ട് ഒരു തരി വെള്ളം പോലും ഇല്ല. അപ്പം നമ്മൾ മൂന്നാറെത്തി. ഇത് ലക്ഷ്മി ടീ എസ്റ്റേറ്റ് ആണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. ഞാനിവിടെ പണ്ട് വന്നതാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ വന്നിട്ടൊന്നുമില്ല. ഇതിപ്പോൾ ഒരു വലുതായിട്ട് ഞാൻ ഇപ്പോഴാണ് ആദ്യമായിട്ട് വന്നത്. പണ്ട് വീട്ടിലാവുന്നപ്പോൾ പപ്പയുടെ അമ്മയുടെ ഒക്കെ ഒപ്പം വന്നതാണ് 2 പ്രാവശ്യം. നല്ല രസമുണ്ടല്ലോ ഇതൊക്കെ കാണാനായിട്ട്. ഞാൻ കുറച്ച് നാളായില്ല ഇങ്ങോട്ടൊക്കെ വന്നിട്ട്. അപ്പം എനിക്കിത് കണ്ടപ്പോൾ ഭയങ്കര ഒരു ആദ്യമായിട്ട് കാണുന്ന ഒരു ഫീലൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ ഒരു സ്ഥലം നോക്കാനായിട്ട് വന്നതാണ്, ഒരു പ്ലോട്ട് നോക്കാനായിട്ട്. അപ്പം ഇത്തിരി മലയല്ല, പൊക്കത്തായിട്ടുള്ള ഇത്തിരി സ്ഥലമാണ്. കയറ്റം കയറി തന്നെ പൊക്കത്ത്. ഇത് കണ്ടാൽ മനസ്സിലാവുമല്ലോ, മലയുടെ മുകളിൽ അങ്ങനത്തെ ഒരു സ്ഥലമുണ്ട്. അപ്പം അവിടെ സ്ഥലമൊക്കെ നോക്കാൻ വന്നപ്പോൾ ഞങ്ങൾ അവിടുത്തെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ നടക്കണമായിരുന്നു. അപ്പം ആ പോണ ഒരപ്പൂപ്പൻ്റെ സ്ഥലമാണത്. അത് കാണാനാണ് വന്നത്. അപ്പോഴാണ് ഇവിടെ കൊക്കോയൊക്കെ കണ്ടത്. നമ്മൾ കാണാത്ത കുറേ സാധനങ്ങൾ ഇവിടെ വന്നപ്പോൾ കണ്ട്.
അപ്പൊ ഇതല്ല നമ്മുടെ സ്ഥലം, ഇതല്ല സ്ഥലം കുറച്ച് മുകളിലായിട്ടാണ്. അപ്പൊ ഇത് നമ്മിപ്പോ അങ്ങോട്ട് പോണ വഴിയാണ്. അപ്പൊ നമ്മ അവിടെ കൊച്ചിയിൽ കാണാത്ത സൈസുള്ള ഓരോ ചെടികൾ, പൂക്കളൊക്കെ ഇവിടെ നമ്മൾ കണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ ആ ചേട്ടൻ്റെ വീട്ടിൽ കയറുന്നതിന് മുമ്പ് അവിടെ കുറെ പേരൊക്കെ ഉണ്ടായിരുന്നു. പഴുത്തത് ഒരെണ്ണേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ പഴുത്തത് പറിക്കാനാണ് ഇപ്പൊ നിതിൻ നോക്കണത്. നിതിന് കയറിയിട്ടൊന്നും പറിക്കാൻ പറ്റില്ല. പച്ച ഫ്രണ്ടിൽ കുറെ കിടപ്പുണ്ട്, പഴുത്തത് ഒരെണ്ണം അറ്റത്താ കിടക്കണത്. ഇതാണ് ആ ചേട്ടന്റെ വീട്. അതിന്റെ മുറ്റത്ത് തന്നെ കാപ്പിക്കുരുവും കൊക്കോക്കുരുവും ഒക്കെ ഉണക്കാനിട്ടിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ആ സ്ഥലം കാണാൻ കൂടെയാണ്. ഈ മരത്തിന്റെ സാധനത്തിന്റെ അകത്ത് തേനീച്ചയുടെ കൂട്, അതായത് തേൻ ശേഖരിക്കണം, ആ ഒരു ഇതാണ്. അപ്പൊ പാമ്പൊക്കെ ഉണ്ടെന്നാ പറയണത്. എന്നാലും കാണാൻ വേണ്ടി ആകുമല്ലോന്ന് വിചാരിച്ച് അങ്ങനെ പോയതാ. ചക്ക ഉണ്ട്, ചക്കയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങള് പോയിക്കൊണ്ട് അങ്ങോട്ട്. പാമ്പ് വല്ലതും ഉണ്ടാവോ? കാപ്പിക്കുരു പിന്നെ കാപ്പിക്കുരുവാണെന്ന് കാണിച്ചു തന്നെയാണത്. കാപ്പിക്കുരു ആയിട്ടില്ല, അതിന്റെ ആ ഒരു മരമാണത്. നമ്മുടെ അവിടെ പിടിക്കൂല. ഞങ്ങളവിടെ ചെന്നപ്പം മുതൽ എല്ലായിടത്തും കോമൺ ആയിട്ടുള്ളൊരു ചെടിയാണ് ഇത്. കൊക്കല്ലേ? ചെടിയല്ല, സോറി, പൂ. പച്ചയാണ്. ഇത് അച്ചാറിന് വടുകപ്പുളി. വടുകപ്പുളി അല്ലേ? ഇതൊക്കെ ഇന്ന് അടുക്കള കാടിന്റെ ഉള്ളിലുള്ള വീടാണ്ട്. ഇതിനൊന്നും വാതിലും കൂടി ഇല്ല, ജനലുമില്ല. ഞാൻ ഓർക്കും ഇതൊക്കെ ഇവരെന്ത് സേഫ്റ്റിക്ക് ഇതിനകത്ത് കിടന്ന് ഉറങ്ങും. പക്ഷെ അവർക്കത് സ്ഥിരം. നമുക്ക് ആദ്യമായിട്ട് ഇങ്ങനെ കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ്. കാരണം കാടാണ്, കുറെ മൃഗങ്ങളൊക്കെ ഇറങ്ങും രാത്രി. അപ്പൊ ഇവര് എന്ത് വിശ്വസിച്ച് കിടന്നുറങ്ങും? അത് പ്രൈവസി ഇല്ലാണ്ട് എങ്ങനെ കിടന്നുറങ്ങും എന്നൊക്കെ വിചാരിക്കും. പിന്നെ ഇത് നിതിൻ സ്റ്റാർ ഫ്രൂട്ട് പറിക്കുന്നുണ്ട്. ഇതൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. സ്റ്റാർ ഫ്രൂട്ട് നമ്മുടെ അവിടെ ഉണ്ട്, പക്ഷെ ഞാൻ കണ്ടിട്ടൊന്നുമില്ല. വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്, അല്ലാതെ അങ്ങനെ കണ്ടിട്ടൊന്നുമില്ല. ഇപ്പൊ ഇത് കറക്റ്റ് ആ ഒരു ഇത് ഇങ്ങനെ നോക്കുമ്പോ കറക്റ്റ് ആ ഒരു സ്റ്റാറിന്റെ ഷേപ്പ് ആദ്യമായിട്ടാണ്. ഇതൊക്കെ നേരിട്ട് കാണാൻ ആദ്യമായിട്ടാണ്. ചക്ക എവിടെ? അയ്യോ, ഒരു കണക്കിനാണ് കയറി വന്നത്. നല്ല രസമുണ്ട്, പക്ഷെ നമ്മളവിടെ പിടിക്കൂല. ആണോ? പേരെന്തെന്നാവോ പൂവിന്റെ? ഇതൊക്കെ ഈ മലയല്ല, ഇതിന്റെ പൊക്കത്തുള്ള വീടുകളാ. ഇവിടെ ആളുകളൊക്കെ ഉണ്ട്. അപ്പുറത്തൊരു ചേട്ടൻ ഈ 3 വീടേ കണ്ടിട്ടുള്ളൂ. അപ്പൊ നമ്മുടെ അവിടെ നിന്ന് ചക്ക പറിക്കുന്നുണ്ട്. ഇപ്പൊ വരിക്കച്ചക്കയാണെന്നാ വരിക്കച്ചക്കയല്ല, നല്ല അതാണെന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റ് അറിയില്ല. നല്ല മധുരമാണെന്നാ പറയണത്. അപ്പൊ ചക്ക ഒരെണ്ണം അവിടെ കണ്ടപ്പ ഇടുവില്ലെന്നാവും, ആദ്യമായിട്ടാണോ കിട്ടി. അപ്പം ചക്ക അതൊരെണ്ണം കിട്ടി. പിന്നെ അത് കഴിഞ്ഞിട്ടും അവിടെ വേറെ കുറെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അത് പറിക്കാൻ അയാള് ചോദിക്കാനായിട്ട് വന്നത്. അപ്പൊ ഞങ്ങൾ അതൊക്കെ പറിച്ചിട്ടുണ്ട് ആ ചേട്ടന്റെ വീട്ടിലോട്ട് പോകണം, അവിടെ കൊണ്ടുപോയി മുറിച്ച് തിന്നാനായിട്ട്. പിന്നെ അങ്ങനെ പോണ വഴി ഇത് ശരിക്കും പറഞ്ഞാൽ കാടാണെങ്കിൽ ഇതിന്റെ ഉള്ളിൽ കുറേ വീടുകളൊക്കെ ഉണ്ട്. ആച്ചി എന്ത് സാധനങ്ങള്? നാരങ്ങ, മൈസൂർ ജമന്തി. ഞങ്ങൾ ഒന്നും ഇല്ലാണ്ട് വന്ന ആൾക്കാർ അവിടെ നിന്ന് ചക്ക, വടുകപ്പുളി, പിന്നെ ചെടിയുടെ തണ്ട് ഇതെല്ലാം പറിച്ചുകൊണ്ടാണ് പോകുന്നത്. കൊക്കൊന്നും പറിച്ചില്ല. ബാക്കി മിക്ക സാധനം അച്ചാറിടാനുള്ള വടുകപ്പുളി,
കണ്ടില്ലേ ചക്കയൊക്കെ ഞങ്ങൾ പറിച്ചുണ്ടാ പോകുന്നത്. പിന്നെ പൈനാപ്പിൾ കണ്ടിട്ടാ അവിടെ ഞാൻ ആദ്യമായിട്ടാണ് പൈനാപ്പിൾ നിൽക്കുന്നതൊക്കെ ആദ്യമായിട്ടാണ്. വടുകപ്പുളി, ചക്ക, റബ്ബർ. എനിക്കറിയാം, വന്നപ്പോ കണ്ടായിരുന്നു. അതതിന്റെ ചോന ഒഴുകി വരും അത് പറിക്കുമ്പോ. ഇത് നമ്മ പോയ വീട്ടിലെ ആള് വളർത്തണ മുയലാണ്. 3-4 ഉണ്ട്. ഒരെണ്ണം ഇപ്പൊ അവിടെ കുഞ്ഞിനെ കണ്ടില്ലേ, അതിൽ ഒന്നല്ല 2 കുഞ്ഞുങ്ങളുണ്ട്. ഒന്നിനെ വീഡിയോയിൽ കിട്ടാനുള്ള ഒന്നിത്തിരി ഉള്ളിലായിട്ട. പിന്നെ ഇത് ഗർഭിണിയാണ്. അപ്പൊ ഇവര് അങ്ങനെ ഇവിടെ മുയലിറച്ചിയൊക്കെയാണ് കഴിക്കണം, ചിക്കനൊന്നും അല്ല. പിന്നെ നമ്മ നേരത്തെ പറിച്ച ചക്കയാണിത്. ചക്ക നല്ല മധുരം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ലക്ഷ്മി എസ്റ്റേറ്റിലോട്ട് പോയി. അതുള്ളല്ലേ നടക്കോട്ട് പോകാൻ പറ്റൂ? നോക്കിപ്പോയാണ് ലക്ഷ്മി എസ്റ്റേറ്റ്. ചിലപ്പോ ഞങ്ങൾ നടന്നിരുമ്പോഴായിരിക്കും കടുവ തന്നെ. അത് ഞങ്ങൾ റോട്ടിൽ ഫുഡ് കഴിക്കാനായിട്ട് നിർത്തി. പോവൂല. ഉണ്ടാക്കറിയാം. ചെമ്മീൻ, നെല്ലിക്ക ചമ്മന്തി, പൊതിച്ചോറ്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങള് നമ്മുടെ എക്കോ പോയിന്റിലോട്ട് പോണ വഴി ഇതേപോലെ കുറെ കുതിര സവാരിക്കാരനെയൊക്കെ കണ്ട്. കുറെ പേരുണ്ട്. ആ റോഡ് നിറച്ചു ഇതേപോലെ കുതിരയുടെ ആൾക്കാരാ. അപ്പൊ ഇത്തിരി ഫ്രീ ആയിട്ട് കണ്ടത് ഈ കുതിരനെ മാത്രം, ബാക്കി എല്ലാത്തിലും ആളുണ്ട്. അപ്പൊ ഒരു പെർ പേഴ്സൺ 100 വെച്ചിട്ടാണ് ഇവര് ചാർജ് ചെയ്യണത്. കുതിര എനിക്ക് തോന്നുന്നു ഭയങ്കര ടയേർഡായിരുന്നു. കാരണം പകുതിക്ക് വെച്ചൊക്കെ നിന്ന്. അതിന്റെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല, കാരണം ഞങ്ങൾ പേടിച്ചായിരുന്നു വെച്ചത്. പകുതിക്ക് വെച്ച് പുള്ളിക്കാരൻ അവിടെ നിന്ന് കളഞ്ഞ്. അത് കഴിഞ്ഞ് ഞങ്ങൾ പോകുന്ന വഴിക്ക് ഇതേപോലെ ഹോട്ട് എയർ ബലൂൺ ഇതവിടെ ഇതിന്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അവര് ടെസ്റ്റ് അടിച്ചൊക്കെ നോക്കണേണ്. ഇതുവരെ അങ്ങനെ ആളെ കയറ്റാനായിട്ട് തുടങ്ങിയിട്ടില്ല. തുടങ്ങി എനിക്ക് തോന്നുന്നു. ഞാൻ ഇതുവരെ കയറിയിട്ടൊന്നുമില്ല. അപ്പൊ എനിക്കതിൽ കയറണമെന്ന് ഭയങ്കര ആഗ്രഹം കൊണ്ട് അങ്ങനെ അവിടെ നിർത്തിയതാണ്. പക്ഷെ അവിടെ പണി നടന്നുകൊണ്ടിരിക്കണം. എനിക്ക് തോന്നുന്നു 3 സ്ഥലങ്ങളിലായിട്ട് 3 സ്റ്റോപ്പുകളിൽ ഇതേപോലെ കണ്ട്. അപ്പോൾ ഒരിടത്ത് ഞങ്ങൾ ഇങ്ങനെ നിർത്തി വീഡിയോ ആക്കി എടുത്തതാ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എക്കോ പോയിന്റിലെത്തി. എക്കോ പോയിന്റിൽ ഇവിടെ ഞാൻ വന്നതായിട്ട് ഓർക്കാനുണ്ട് പണ്ട്. അങ്ങനെ അവിടെ നമ്മുടെ നിതിനുണ്ട്, അമ്മച്ചിയുണ്ട്, അപ്പനും ഉണ്ട്. അപ്പൻ ഇവിടെ ഇല്ല, അവിടെ ഇത്തിരി മാറി എന്തോ മേടിക്കാൻ പോയേക്കണേണ്. അങ്ങനെ അതല്ല അത് കഴിഞ്ഞ് ഞങ്ങൾ ചായ കുടിക്കാനായിട്ട് അടുത്തുള്ള തന്നെ ഒരു ചായക്കടയിൽ പോയി. ബ്രെഡ് ഓംലെറ്റാണ് മേടിച്ചത്. പിന്നെ ചായയും മേടിച്ചു. അപ്പോൾ അവരാ പറഞ്ഞത് 6 മണിക്ക് ശേഷം അവിടെ ആന ഇറങ്ങുന്നു. അങ്ങനെ അവിടെ നേരെ റൂമിലോട്ട് പോയി. ഇതായിരുന്നു ഞങ്ങളുടെ റൂം. പക്ഷെ ഞങ്ങൾ അവിടെ ഒന്നും നിന്നില്ല. അത് കാരണം വെക്കേറ്റ് ചെയ്ത് വീട്ടിലോട്ട് വരേണ്ട ഒരാവശ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് സ്റ്റേ ചെയ്തില്ല. അവിടെ ജസ്റ്റ് ചെന്നിട്ടും ബാഗൊക്കെ എടുത്തുകൊണ്ട് ഇങ്ങോട്ട് ഇറങ്ങി. അപ്പോൾ റൂമിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോകുന്നൊരു എനിക്ക് തോന്നുന്നൊരു 10 മണിയായപ്പോഴേക്കും ഞങ്ങൾ വീട്ടിലെത്തി. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ